പക്ഷെ അതുപോലെ തന്നെ സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും അഭിനയം എന്ന് പറഞ്ഞൊരു കല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്ര ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. എന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ഇതുപോലെ നല്ലൊരു ക്യാരക്ടറാണെന്ന് പറയുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് മാത്രം ചെയ്യാൻ പറ്റണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. താങ്ക് യു മാം. സാന്ത്വനം സീരിയലിലേക്ക് എങ്ങനെയാണ് വന്നത്? സാന്ത്വനം സീരിയലിലേക്ക് വന്നത് ഞാൻ സീ കേരളത്തിലെ കബനി എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സീരിയൽ ലോക്ക്ഡൗണൊക്കെ ആയപ്പം തീർന്നു. അപ്പം ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ട് ഞാൻ കബനി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സജിയേട്ടൻ, സാന്ത്വനത്തിൻ്റെ കൺട്രോളർ, നിങ്ങൾക്ക് അറിയായിരിക്കും, സാന്ത്വനത്തിലെ ശത്രു എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന ചേട്ടൻ ആണ് ഇതിൻ്റെ കൺട്രോളർ. അപ്പം കബനീൻ്റെ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന അവിടെ ഈ ചേട്ടനും അവിടെ ഉണ്ടായിരുന്നു. അപ്പം എന്നെയും എൻ്റെ അനിയത്തിനെയും അവിടെ വെച്ച് കണ്ടു. വേറൊരു വർക്കിന് വേണ്ടിയിട്ട്, തമിഴൊരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഓഡിഷൻ കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ ഓക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു. വലിയ ഓക്കെ വേണോ, ഇപ്പോൾ ഒന്ന് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ആയിരുന്നു മനസ്സിൽ. പക്ഷെ ആ ചേട്ടൻ നിർബന്ധിച്ചിട്ടാണ് ഓഡിഷൻ കൊടുത്തത്. ഓഡിഷൻ കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒക്കെയാണ് എനിക്ക് ഈ സാന്ത്വനത്തിൽ നിന്ന് കോൾ വരുന്നത്. ഭയങ്കര വിചാരിക്കാതെ കിട്ടിയൊരു ഓഫർ തന്നെയാണ്. താങ്ക് യു മാം. പ്ലീസ്. താങ്ക് യു. സോ സദസ്സിലിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട വ്യക്തികൾക്കും വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. എൻ്റെ വീട് കോഴിക്കോട് തന്നെയാണ്. അപ്പം എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഈ കോവിഡ് വന്നതിന് ശേഷം ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു, നിത്യവരുമാനം നഷ്ടപ്പെട്ടു. സോ നല്ലൊരു ഇനീഷ്യേറ്റീവാണ് നിത്യവരുമാനം. മലപ്പുറം കോഴിക്കോടുള്ളവർക്ക് നിത്യവരുമാനം എന്ന് പറഞ്ഞൊരു മോട്ടോ ആയിട്ട് വോയബ് എന്ന് പറഞ്ഞൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ലൊരു മോട്ടോ ആണ്. എനിക്ക് ബിസിനസ്സിനെ പറ്റി ഒന്നും അറിയില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഓക്കെ ഇതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ വലിയ സന്തോഷം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട് മലപ്പുറം എന്നുള്ളത് വിട്ടിട്ട് ഫുൾ കേരള, ഫുൾ ഇന്ത്യ, ലോകം മുഴുവൻ എല്ലാവർക്കും ഒരു നിത്യവരുമാനം കൊടുക്കുന്ന രീതിയിൽ ഈ ഒരു വോയ് പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു സക്സസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.